നമസ്കാരം പ്രിയമുള്ളവരെ. വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന തിരുവനന്തപുരം KSRTC ഡ്രൈവർ മേയർ എന്ന വിഷയം എങ്ങും എത്താതെ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ട് പോവുകയാണ്. എൻ്റെ ഒരു തോന്നൽ, ഇലക്ഷൻ്റെ റിസൾട്ട് വരെ ഈ കേസ് മുൻപോട്ട് വലിച്ചു നീട്ടിക്കൊണ്ട് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഫലങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ ചാനലുകാരെല്ലാം അതിൻ്റെ പുറകെ പോകും. ഈ കേസിന് പിന്നെ വലിയ പ്രസക്തി ഇല്ലാതായി മാറും. ഇപ്പോൾ എല്ലാ ചാനലിലും കണ്ടുവരുന്ന മെമ്മറി കാർഡ് ക്യാമറ ഫിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ടെക്നീഷ്യന്മാർ പറയുന്നത് 3 ക്യാമറയേ ഉള്ളൂ. സാധാരണ നമുക്കറിയാൻ പറ്റും, ബസ്സുകളിൽ നമ്മൾ കാണുന്നുണ്ട് 3 ക്യാമറയേ ഉള്ളെന്ന്. അതിൻ്റെ ഒരു ക്യാമറ ഫ്രണ്ടോട്ടും ഒരു ക്യാമറ ബസ്സിനകത്തും ഒരു ക്യാമറ ബാക്ക് വശവും. അത് നമുക്ക് ഏത് ബസ്, നമ്മുടെ ഇവിടുത്തെ ഗൾഫുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ബസ്സുകൾ അങ്ങനെ. അപ്പം ഡ്രൈവർ ഇരിക്കുന്ന വശത്ത് ഒരു ക്യാമറ ഇല്ല. അപ്പോൾ മെമ്മറി കാർഡ് ഊരേണ്ട ഒരാവശ്യവും അവിടെ ഇല്ല. അപ്പോൾ അതിനകത്ത് നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെമ്മറി കാർഡ് ഊരിയത് കൊണ്ട് ആർക്കാണ് ഉപയോഗം എന്നാണ്. അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും അത് ഊരേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണക്കാരന് ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അത് കണ്ടാൽ മനസ്സിലാവും. ഈ കേസ് വാദിയെ പ്രതിയാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചാനലിലൂടെ എല്ലാം അറിയാൻ കഴിഞ്ഞത്. ഈ കേസ് എങ്ങും എത്തത്തില്ല. ഈ കേസ് വലിച്ചു നീട്ടി അടുത്ത മാസം 4-ാം തീയതി വരെ നീട്ടിക്കൊണ്ടു പോകും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.